السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ما بعد. ഫാസിസ്റ്റ് ഭരണകാലത്ത് ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് അല്പം നിങ്ങളുമായി സംവദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഫാസിസം എന്നത് ഒരു രാഷ്ട്രീയ വ്യവസ്ഥയാണ്. ഇവിടെ അധികാരം ഒരു വ്യക്തിയുടെ കൈകളിലോ അല്ലെങ്കിൽ ഒരു ചെറു സംഘത്തിൻ്റെ കൈകളിലോ ആയിരിക്കാം അധികാരം. ജനാധിപത്യ മൂല്യങ്ങൾ, അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ, പൗരാവകാശങ്ങൾ എന്നിവ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഒരു രാജ്യത്ത് നഷ്ടപ്പെടാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ രാജ്യത്തെ മനുഷ്യർ ചിന്തിക്കേണ്ടതുണ്ട്, അവരെ ഭരിക്കുന്നത് ഫാസിസ്റ്റ് ഭരണാധികാരികളാണെന്നുള്ളത്. ലോകത്തിൻ്റെ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, നിരവധി ഫാസിസ്റ്റ് ഭരണാധികാരികൾ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അവരിൽ ഏറ്റവും പേര് കേട്ടവരാണ് ഇറ്റലിയിലെ മുസോളിനിയും ജർമ്മനിയിലെ അഡോൾഫ് ഹിറ്റ്ലറും. 1947 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യയെ എടുത്തു നോക്കുമ്പോൾ കാലങ്ങൾക്കിപ്പുറം സാങ്കേതിക വിദ്യയിലും മറ്റും രംഗത്തും വളരെയധികം പുരോഗതിപ്പെട്ട ഈ സാഹചര്യത്തിലും ഇന്ത്യ ഫാസിസ്റ്റ് ഭരണാധികാരികളുടെ കൈകളിൽ അമ്മാനമാടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ എന്ന മഹാരാഷ്ട്രം. ഭരണകൂടം ഒരേ ഒരു സംസ്കാരത്തെയും ഒരേ ഒരു മതത്തെയും മാത്രം ഉയർത്തിപ്പിടിച്ച് മറ്റുള്ളവരെ അവഗണിക്കുകയോ അടിച്ചമർത്തുകയോ ചെയ്യുന്ന സാഹചര്യമാണ് ഇന്ന് ഇന്ത്യയിൽ കണ്ടുവരുന്നത്. ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും ഭാഷയുടെയും ലിപിയുടെയും മറ്റും വ്യത്യാസത്തിൽ ഭേദമന്യേ ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും ഭാഷയുടെയും പേരിൽ തമ്മിലടിപ്പിക്കുകയും കലഹങ്ങൾ സൃഷ്ടിക്കുകയും ജനങ്ങൾക്കിടയിൽ വിദ്വേഷങ്ങൾ പകർത്തുകയുമാണ് ഇന്നത്തെ സമൂഹത്തിൽ ഭരണാധികാരികൾ നടത്തുന്നത്. സമകാലികമായത് നമുക്ക് വളരെയധികം ശ്രദ്ധാപൂർവം നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. ഫാസിസ്റ്റ് ചിന്തകൾ ഉയർന്നു വന്ന കാലഘട്ടത്തിൽ ന്യൂനപക്ഷങ്ങൾ വളരെയധികം വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. 1949 നവംബർ 26 ഡോക്ടർ ബി.ആർ. അംബേദ്കറിന്റെ നേതൃത്വത്തിൽ അംബേദ്കറിന്റെ അധ്യക്ഷതയിൽ ഇന്ത്യക്കൊരു ഭരണഘടനാ നിയമം നിലവിൽ വന്നു. ആ ഭരണഘടനയിൽ ഇന്ത്യയിലെ ജനങ്ങൾ എങ്ങനെയായിരിക്കണം, ഇന്ത്യയിലെ ജനങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ എങ്ങനെയായിരിക്കണം, ഒരു ജനാധിപത്യ രാഷ്ട്രത്ത് ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും പേരിൽ തല്ലുകളില്ലാതെ കലഹങ്ങളില്ലാതെ ആ രാഷ്ട്രത്തെ ജനങ്ങൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ആ ഭരണഘടനയിൽ വ്യക്തമായി പറയുന്നുണ്ട്. ആ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 16 എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഓരോ പൗരനും വ്യത്യാസമില്ലാതെ, ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ വ്യത്യാസമില്ലാതെ ഒരു ജോലി അവസരം ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട്. എന്നാൽ സമകാലിക സമൂഹത്തിൽ ജാതിയുടെ പേരിൽ ജോലിയും വിദ്യാഭ്യാസ സ്ഥാനങ്ങളും കോളേജുകളും മുതിർന്ന കോളേജുകളിൽ സീറ്റ് കിട്ടാതെയും ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നത്തെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഭരണഘടനയുടെ മറ്റൊരു ഭാഗത്ത് ആർട്ടിക്കിൾ 25 പ്രകാരം ഇന്ത്യയിലെ ഓരോ വ്യക്തിക്കും ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള അവകാശം ഭരണഘടന മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് ഒരു ജാതിയുടെയും ഒരു മതത്തിൻ്റെയും ഒരു ഭാഷയെയും മാത്രം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മറ്റു ന്യൂനപക്ഷ മതങ്ങളെയും മറ്റു ന്യൂനപക്ഷ സ്ഥാപനങ്ങളെയും മറ്റു ന്യൂനപക്ഷ
ഭാഷകളെയും താഴ്ത്തി കെട്ടിക്കൊണ്ട് അവർക്കെതിരെ പ്രസംഗിക്കുകയും അവർക്കെതിരെ കലഹങ്ങൾ ഉണ്ടാക്കുകയും അവർക്കെതിരെ ആയുധങ്ങൾ എടുക്കാൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയുമാണ് ഫാസിസ്റ്റ് ഭരണാധികാരികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയകളിലും മറ്റു രാഷ്ട്രീയ പ്രസംഗവേദികളിലും വിദ്വേഷ പ്രസംഗവും അവർക്കെതിരെ മോശമായ അശ്ലീല വാക്കുകളും ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിനിടയിൽ നല്ല രീതിയിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിനിടയിൽ കലഹം സൃഷ്ടിക്കുകയാണ്, കലാപങ്ങൾ രൂപപ്പെടുത്തുകയാണ് ഇന്നത്തെ ഭരണാധികാരികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആർട്ടിക്കിൾ 19-30 പറയുന്നത് എന്താണ്? ഭരണഘടനയുടെ ആർട്ടിക്കിൾ 30-29 പറയുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ സ്ഥാപനങ്ങൾ, അവരുടെ ഭാഷാ, സംസ്കാരം എന്നിവ നിലനിർത്താൻ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാം. എന്നാൽ ഇന്ന് ന്യൂനപക്ഷങ്ങളുടെ സ്ഥാപനങ്ങൾ പൂട്ടുകയും അവരുടെ ഭാഷകൾ, അവരുടെ ലിപികൾ, അവരുടെ സംസ്കാരങ്ങൾ എന്നിവയെ പുച്ഛിക്കുകയും അവരുടെ സംസ്കാരങ്ങളെ താഴ്ത്തി പറയുകയും അത് ഈ സമൂഹത്തിൽ നിന്ന് തന്നെ എടുത്തു കളയാനുമാണ് ഇന്നത്തെ സമൂഹത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആർട്ടിക്കിൾ 21 പ്രകാരം ഓരോ വ്യക്തിക്കും ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം ഭരണഘടന നൽകുന്നുണ്ട്. പലപ്പോഴും ന്യൂനപക്ഷങ്ങൾ ഈ മഹാരാജ്യത്ത് ജീവിക്കുന്നത് ഭയത്തോടെയാണ്. സംരക്ഷണമില്ലാതെ ഏത് നേരത്തും അക്രമകാരികൾ ഞങ്ങളെ ആക്രമിക്കാമെന്നുള്ള ഭയത്തോടു കൂടിയാണ് ന്യൂനപക്ഷങ്ങൾ ഈ രാജ്യത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ഒരുപാട് കണ്ടും കേട്ടും അറിഞ്ഞവരാണ്. ബീഹാറിലും മറ്റു ഗുജറാത്തിലും സ്ഥലങ്ങളിലും ബുൾഡോസർ രാജി പോലുള്ള ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന് ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഒരു കാരണവുമില്ലാതെ അവരുടെ കുറ്റകൃത്യങ്ങൾക്ക് വിധേയമാക്കുകയും വെറുതെ തടങ്കലിൽ വെക്കുകയും ചെയ്യുകയാണ്. ആ തടങ്കലിൽ വെക്കുമ്പോഴും ഭരണഘടനയുടെ നിയമങ്ങൾ തെറ്റിക്കുകയാണ്. ഒരു വ്യക്തിയെ ആർട്ടിക്കിൾ 14 പ്രകാരം ഒരു വ്യക്തിയെ തടങ്കലിൽ വെക്കണമെങ്കിൽ വ്യക്തമായ കാരണങ്ങളും വ്യക്തമായ നിയമങ്ങളും അതിനാവശ്യമാണ്. എന്നാൽ വ്യക്തമായ കാരണങ്ങൾ ബോധിപ്പിക്കാതെയോ വ്യക്തമായ സംഭവവികാസങ്ങൾ അവതരിപ്പിക്കാതെയോ ജുഡീഷ്യറിയെ പോലും കാണാതെ ആളുകളെ തടങ്കലിൽ വെക്കുകയാണ്. ഇവിടെയെല്ലാം മനസ്സിലാകുന്നത് ന്യൂനപക്ഷങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന വെല്ലുവിളികളാണ്. യൂണിറ്റി ഇൻ ഡിസൈഡ് എന്നാണ് നമ്മുടെ ദേശത്തിന്റെ മുദ്രാവാക്യം. എന്നാൽ ഫാസിസ്റ്റ് ഭരണത്തിൽ ഒരു ഭാഷയെയും ഒരു സംസ്കാരത്തെയും മാത്രമാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. ഇതുപോലുള്ള വെല്ലുവിളികൾ നേരിട്ടുള്ള ഏറ്റവും വലിയ ആയുധമാണ് ഭരണഘടന. ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ അംബേദ്കർ പറയുന്നു, കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് നോട്ട് ജസ്റ്റ് എ ഡോക്യുമെന്റ്, ഇറ്റ് ഈസ് വെരി വെഹിക്കിൾ ഓഫ് ലൈഫ്. അത് നമ്മെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് ന്യൂനപക്ഷം എന്ന് പറയുന്നത് ഭൂരിപക്ഷത്തിന്റെ അടുത്ത് ന്യൂനപക്ഷം എന്ന് പറയുന്നത് വളരെ തുച്ഛമായിരിക്കാമെങ്കിലും ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ അവസരങ്ങൾ നേടിയെടുക്കാൻ പ്രയത്നിക്കേണ്ടത് ന്യൂനപക്ഷക്കാരാണ്. ന്യൂനപക്ഷങ്ങളാണ് ഇന്ന് ലോകത്ത് ഒരുപാട് സമരങ്ങളും മറ്റു പ്രവർത്തനവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ സമരവും ഓരോ പ്രവർത്തനങ്ങളും ഓരോ രീതിയിലും നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനുള്ള ഓരോ പ്രതിഫലം ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ന്യൂനപക്ഷങ്ങൾക്കുള്ള സംവരണം നേടിയെടുക്കേണ്ടത് ന്യൂനപക്ഷങ്ങളായ നമ്മളാണ്. നമുക്ക് വേണ്ട അവകാശങ്ങൾ ചോദിച്ചു വാങ്ങേണ്ടത് നമ്മുടെ അവകാശമാണ്. അത് ചോദിച്ചു വാങ്ങാൻ അതിന് കുറ്റക്കാരൻ നമ്മളാണ്. രാഷ്ട്രത്തിനെ കുറിച്ച്, ഭരണഘടനയെ കുറിച്ച്, രാഷ്ട്രത്തിലെ സംഭവ വികാസങ്ങളെ കുറിച്ച് നാം എല്ലാവരും ബോധവാന്മാരായിരിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.